നമസ്കാരം. നിങ്ങളിപ്പോൾ ചെസ്സിൻ്റെ എല്ലാ നീക്കങ്ങളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കളിയറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് ഗെയിം കളിച്ച് തുടങ്ങാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് ചെസ്സ് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഫ്രീ ആയിട്ടുള്ളൊരു സൈറ്റാണ് leechess.org. അതിലെങ്ങനെയാണ് ചെസ്സ് കളിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യമായിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് leechess.org എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കളിച്ച് തുടങ്ങാവുന്നതാണ്. പക്ഷേ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കളിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് റേറ്റിംഗ് കിട്ടും. നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും. നമുക്ക് എന്തുമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്, ഇതൊക്കെ വിലയിരുത്താനായിട്ട് നമ്മളെ ഈ റേറ്റിംഗ് നമ്മളെ സഹായിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് സൈനിൽ ക്ലിക്ക് ചെയ്യുക. സൈനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നിങ്ങളിവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലീച്ചസിലേക്ക് വരിക. ഈ മുകളിൽ കാണുന്നതൊക്കെ ഫോർമാറ്റുകളാണ്, ടൈം ഫോർമാറ്റുകളാണ് കാണുന്നത്. ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്പീഡിലുള്ള ഗെയിമുകളാണ്. ബ്ലിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിന് താഴെയുള്ള ഗെയിമാണ്. പിന്നെ റാപ്പിഡ് ഉണ്ട്, 10 മിനിറ്റിന് മുകളിലുള്ള ഗെയിമുകളാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു റാപ്പിഡ് ഗെയിം കളിച്ച് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ റാപ്പിഡിൽ ക്ലിക്ക് ചെയ്യണം. റാപ്പിഡ് 10+5 ക്ലിക്ക് ചെയ്യും. ആരെങ്കിലും ഓൺലൈനിൽ ഇതേ സമയത്തുണ്ടെങ്കിൽ നമുക്ക് പെയറിങ് കിട്ടും. പെയറിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇമ്മീഡിയറ്റ് പെയറിങ് വീണു. എനിക്കാണ് വൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ E4 ആണ് കളിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ ഗോൾഡൻ റൂൾസ് എന്ന് പറയും മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സെൻട്രൽ കൺട്രോൾ. അപ്പോൾ സെൻട്രലുള്ള ഈ 4 സ്ക്വയർ, ഇതിനാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ക്വയറുകൾക്ക് നമ്മൾ സെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ പോൺ പുഷ് ചെയ്തപ്പോഴത്തേക്ക് ഈ സ്ക്വയറും കൺട്രോളായി. അപ്പോൾ അവിടെ വലിയ പീസുകളൊന്നും അവിടെ ഇരിക്കത്തില്ല. അടുത്ത രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത് പീസ് ഡെവലപ്മെൻറ്റ്. പീസുകളെ നമ്മൾ കളിയിലേക്ക് കൊണ്ടുവരണം. ഞാൻ നൈറ്റിലെ കളിയിലേക്ക് കൊണ്ടുവന്നു, അവരടുത്ത നൈറ്റിനെ കളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ പീസുകളെ നമ്മൾ ഞാൻ ബിഷപ്പിനെ കളിയിലേക്ക് കൊണ്ടുവന്നു. പീസുകളെ നമ്മൾ കളിയിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ ഗോൾഡൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അവർ ഇങ്ങോട്ട് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ വെട്ടാം, പക്ഷേ അതൊരു ട്രാപ്പാണ്. അത് കാരണം ഞാൻ അത് വെട്ടുന്നില്ല. ഈ പോണിനെ വെട്ടുന്നില്ല. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷേ ഫ്രീ ആയിട്ട് അത് കിട്ടത്തില്ല. ഒരു ട്രാപ്പ് ഇട്ടിരിക്കുകയാണ്. ഞാൻ അതിനെയല്ല വെട്ടുന്നത്, ഞാൻ ഈ നൈറ്റ് അങ്ങ് വെട്ടുക. ഓക്കെ, അവർ തിരിച്ചു വെട്ടി. അവരുടെ ഒരു പോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അടുത്ത ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് സേഫ്റ്റി. മൂന്നാമത്തെ ഗോൾഡൻ റൂൾസ് ആണ് കിങ് സേഫ്റ്റി. അപ്പോൾ കിങ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കാസ്ലിംഗ്. നിങ്ങളുടെ കാസ്ലിംഗ്. യെസ്, ഈ പീസുകളെല്ലാം നമ്മൾ കളിയിലേക്ക് കൊണ്ടുവരണം. ഓപ്പണിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പീസുകളെല്ലാത്തിനും കളിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു ആ ഒരു ബിഷപ്പ് ഇവിടെ കൊണ്ടുവച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പീസുകളെ കളിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഞാൻ പോൺ പുഷ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബിഷപ്പ് കളിയിലേക്ക് വരണ്ടേ. അങ്ങനെയാണെങ്കിൽ ആ പോൺ അവിടെ നിന്ന് മൂവ് ചെയ്താലേ ബിഷപ്പ് കളിയിലേക്ക് വരുള്ളൂ. ഞാൻ അതുകൊണ്ട് പോൺ മൂവ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഒരു D6 പുഷ് ചെയ്തു. ഓക്കെ, ബിഷപ്പ് കളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബിഷപ്പ് ഇങ്ങോട്ട് വെക്കാം, ഇവിടെ കളിക്കും. അപ്പോൾ ആ ഒരു സ്ക്വയർ അവിടെ ഉണ്ട്, അങ്ങോട്ട് കളിക്കാം. അല്ലെങ്കിൽ എനിക്ക് ക്യൂവിനൂടെ കളിച്ച് ഇവിടെ ഒരു അറ്റാക്ക് കൊടുക്കാം. പക്ഷേ എപ്പോഴും ഒപ്പോണൻ്റ് കളി കാണുമെന്ന് വിചാരിച്ചോണം. ഒപ്പോണൻ്റ് നമ്മൾ ഒരു ത്രട്ടൊക്കെ കൊടുത്താലും ഒപ്പോണൻ്റ് കളി കാണും. വേണമെങ്കിൽ ഒന്ന് കളിച്ച് നോക്കാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കളിച്ചാലും എനിക്ക് വലിയ ത്രട്ടൊന്നും വരാൻ പോകണില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ ത്രട്ട് കൊടുക്കും. ഒപ്പോണൻ്റ് കണ്ടില്ലെങ്കിൽ ചെക്ക് മേറ്റ്. പക്ഷേ നമ്മളത് ഒപ്പോണൻ്റ് കാണത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കളിക്കാം, കുഴപ്പമില്ല. കണ്ടോ? അപ്പോൾ അവരത് കണ്ടു ഇവിടെ കൊണ്ടിട്ടിരിക്കുക. ഇപ്പം ഞാനത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നൈറ്റ് വെട്ടി നൈറ്റിനെ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു മൂവ് ആയിരിക്കും അതിന്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മൈനസ് ആയിട്ടുണ്ട് അല്ലേ, ചെറിയൊരു മൈനസ് ആയി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിനെ വെട്ടുന്നില്ല. വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അവരൊരു പീസിനെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റ് കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ക്യൂൺ എയർലി കളിച്ചതിൻ്റെ കുഴപ്പങ്ങളാണ്. ക്യൂൺ നമ്മൾ എയർലി കളിക്കുന്ന അത്ര നല്ലതല്ല. ക്യൂൺ എയർലി കളിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്. കാര്യം എനിക്ക് നൈറ്റ് അങ്ങോട്ട് കളിക്കും. യെസ്, അവരെന്ത് കളിക്കുമെന്ന് നോക്കാം. അവരിത് കളിച്ചു. അതൊരു മോശം മൂവാണ് അത് കളിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോകെ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഇതിനെ വെട്ടുമ്പോൾ ഈ പോൺ കൊണ്ട് വെട്ടേണ്ടി വരും. അപ്പോൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് പോണിരിക്കും. അപ്പോൾ അത് ഡബിൾഡ് പോണെന്നാണ് പറയുന്നത്. അത് അത്ര നല്ലതല്ല. പക്ഷെ അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിതിനെ വെട്ടും, അതൊരു പോൺ കൊണ്ട് വെട്ടും. അത് കഴിഞ്ഞ് റൂക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ വെട്ടി. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇത് ഡബിൾഡ് പോണെന്നാണ് പറയുന്നത്. ഈ പോണിനെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. പക്ഷേ ഈ റൂക്ക് ഫയൽ ഈ ഫയൽ ഓപ്പൺ ആയതുകൊണ്ട് അവർക്ക് റൂക്കിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കളിയൊക്കെ കിട്ടും, ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പീസുകളെ കുറച്ചുകൂടെ
വേഗത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പോവാം. ഈ പീസ് എനിക്ക് കളിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ നൈറ്റ് ഇവിടെ ചിലപ്പോൾ അവർ ഇവിടെ ബിഷപ്പ് കൊണ്ട് അവിടെയാണ് കളിച്ചത്. ഓക്കെ, അവർ ബിഷപ്പ് ഇവിടെ കളിച്ചത്, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ബിഷപ്പ് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഈ ബിഷപ്പ് ഇട്ടു. ഇപ്പോൾ അവർക്കൊരു ത്രെട്ട് ഉണ്ട്. ഞാൻ ഇവിടെയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ അറ്റാക്ക് വരും, ഇതിനും കൂടെ അറ്റാക്ക് വരും. അപ്പോൾ അവർ അത് ഇഗ്നോർ ചെയ്തിട്ട് കാൻസൽ ചെയ്തിരിക്കുകയാണ്. ക്യൂൺ സൈഡിൽ കാൻസൽ ചെയ്തു. കാര്യം ഇവിടെ ഓപ്പണായി കിടക്കുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് അവർക്ക് അത്ര നല്ലതല്ല ഓപ്പണായി കിടക്കുന്ന സ്ഥലത്ത് കാൻസൽ ചെയ്യുന്നു. അവരതുകൊണ്ട് ക്യൂൺ സൈഡിൽ കാൻസൽ ചെയ്തു. ഞാനിവിടെ ഇട്ടു. ഇവിടെ ഡബിൾ അറ്റാക്ക്, ഇതിനൊരു അറ്റാക്ക്, ഇതിനൊരു അറ്റാക്ക്. ഉണ്ടോ ഇവിടെ അറ്റാക്ക് വന്നോണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ത്രെട്ട് ഉണ്ടെന്ന്. കുഴപ്പമില്ല, ഞാൻ ഇതിനെ വെട്ടി. അപ്പോൾ ഇതിന് അറ്റാക്കാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബിഷപ്പൊക്കെ കൊണ്ട് ചിലപ്പോൾ ഇവിടെ കൊണ്ടുവെക്കും. എനിക്ക് അങ്ങോട്ട് വെട്ടാൻ പറ്റില്ല, കാര്യം വെട്ടിക്കഴിഞ്ഞ ചെക്ക. ഇതിന് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോൺ സ്ട്രക്ചർ വീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അറ്റാക്കൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് കണ്ട അവരിവിടെ കൊണ്ട് വെച്ചേണ്ട. വെച്ചതെന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെട്ടാൻ പറ്റില്ല, അടുത്ത ഇതുകൊണ്ട് വെട്ടി ഇവിടെ ചെക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വേണമെങ്കിൽ നൈറ്റ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആവും, പക്ഷേ വേറെ എന്തെങ്കിലും കളിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ വെട്ടാം, പക്ഷേ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇതിനെ വെട്ടും. ഇവിടെ വെട്ടും. ഞാൻ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് കളിക്കാമെന്ന് വിചാരിക്കും. ഞാൻ ഇത് കളിച്ചു, നൈറ്റ് കൊണ്ടൊരു പ്രൊട്ടക്ഷൻ. ഓക്കെ, അവർ ഈ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത് കണ്ട ഇതിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൂക്കിനെ നമുക്ക് കിട്ടും. അതിനെ വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ വെട്ടാം. ഇതിനും അറ്റാക്കാണ്, ഇതിനും അറ്റാക്കാണ്. ഇതിന് പറയുന്നവർ ഡബിൾ അറ്റാക്ക് എന്ന്. 2 ടാർഗറ്റുകളെ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഡബിൾ അറ്റാക്ക് എന്ന് പറയുന്നത്. ഏത് മാറ്റും? ഒരു റൂക്ക് അവർക്ക് മാറ്റിയല്ലേ പറ്റുള്ളൂ. റൂക്കിന് മാറാൻ സ്ഥലമില്ലേ? ഓക്കെ, ഒരു റൂക്കിനെ രക്ഷപ്പെടുത്തിയില്ല, അവർ നൈറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ ഇതിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊണ്ട് വെട്ടും. അപ്പോൾ അതായിരിക്കും നല്ലത്. കാര്യം ഞാൻ ഇതിനെയാണ് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇതുകൊണ്ട് വെട്ടും, വീണ്ടും എനിക്കിവിടെ അറ്റാക്കാം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുകൊണ്ട് വെട്ടാം ഇതിനെ. അപ്പോൾ ഈ റൂക്ക് ഇങ്ങോട്ട് പോകും, അപ്പോൾ ഇതിനെ വെട്ടും, അതാ നല്ലത്. അപ്പോൾ ഞാൻ ഇതിനെ വെട്ടി. ഈ റൂക്ക് ഇതിനെ വെട്ടിയാൽ എനിക്ക് ഇതുകൊണ്ട് ഇതിനെ വെട്ടാം. കാര്യം എന്താണെന്ന് വെച്ചാൽ റൂക്ക് മാറിയില്ല, കണ്ടോ? ഇപ്പം വെട്ടുന്നതിൽ തടസ്സമില്ല. റൂക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വെട്ടാൻ പറ്റത്തില്ല, കാര്യം ചെക്കാം. ഞാൻ ഇതുകൊണ്ട് വെട്ടി. യെസ്, നമുക്ക് പീസുകൾ കൂടുതലുണ്ട്. നൈറ്റ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ പീസുകൾ ഇപ്പം നമുക്ക് മെറ്റീരിയൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പീസുകൾ നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ പരസ്പരം വെട്ടിക്കളയുന്നതുകൊണ്ട് കുഴപ്പം വരത്തില്ല. വെട്ടുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും ആലോചിക്കുന്നില്ല, ഞാൻ അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക. ഇതിന് 3 പോയിന്റ് ആണ്. സാധാരണഗതിയിൽ ബിഷപ്പൂണ് നൈറ്റ് വെട്ടുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പീസുകളൊക്കെ ഒത്തിരി ഇരിക്കുമല്ലേ. 1 2 3 4 4 പീസുണ്ട്, അവർക്കാണെങ്കിൽ 3 ഉള്ളൂ. അപ്പം എനിക്ക് വെട്ടുന്നത് നല്ലതാണ്, ഞാൻ വെട്ടി. നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നു, സംസാരിക്കുന്നതുകൊണ്ട് ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ വെട്ടി. അപ്പോൾ എനിക്ക് റൂക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിലേക്കൂടെ കളിയിലോട്ട് കൊണ്ടുവരാം. കിങ് മാറിക്കഴിഞ്ഞാൽ റൂക്ക് എനിക്ക് കളിയിലേക്ക് കൊണ്ടുവരാം. അപ്പം ഞാൻ കിങ് ഒന്ന് മാറി നിന്നിട്ട് റൂക്ക് അതിലെ കളിയിൽ കൊണ്ടുവരാം. യെസ്, കിങ് ഇങ്ങോട്ട് മാറും, റൂക്ക് ഇതിലെ കളിയിൽ കൊണ്ടുവരാം. ഇനി അഥവാ അവരോട് പിടിച്ചാലും ഞാൻ അത് തന്നെ കളിക്കും. ഇതിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അതിനെ വെട്ടിക്കൊണ്ട് പോകും. അപ്പം ഞാനിവിടെ നൈറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊരു അറ്റാക്ക് ആവും. നൈറ്റ് കളിയിലേക്ക് വരികയും ചെയ്യും. ഈ നൈറ്റിനെ ഒന്നിനും ഓടിക്കാൻ പറ്റത്തില്ല, നൈറ്റ് അവിടെ തന്നെ ഇരിക്കും. യെസ്, ഓക്കെ, അവർ മാറ്റി. ഞാനിവിടെ റൂക്ക് ഇവിടെ കളിക്കാനായിട്ടിരുന്നതാണ്, അവർ ഇതുവരെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ത്രെട്ടോട് കൂടി കളിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ബിഷപ്പ് വെക്കാനായിരിക്കും. വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് കളിച്ചു. ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല, ഇവിടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ഇനി ഞാൻ ഈ പോണെന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് മാറേണ്ടി വരും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, അതല്ലെങ്കിൽ ഇതിനെ വെട്ടാം. ഓക്കെ, എന്തെങ്കിലും ചെയ്യാം. ഓൺ പുഷ്. യെസ്, എനിക്ക് ഇവിടെ വരാനായിട്ട് വരും. ഈ 7th റാങ്ക് എന്ന് പറയുന്നത് കളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. റൂക്ക് 7ാമത്തെ റാങ്കിൽ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനവിടെ റൂക്ക് എടുത്ത് 7th റാങ്കിലോട്ട് ഇടാൻ പോവാണ്. 7th റാങ്ക്. ഈ 7th റാങ്കിൽ റൂക്ക് വന്നു കഴിഞ്ഞാലേ ആ റൂക്കിനെ വേറെ പോൺ കൊണ്ടൊന്നും വെട്ടാനൊന്നും പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പോണുകൾ എല്ലാത്തിനും അത് അറ്റാക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ അവരവിടെ ഇട്ടു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, പീസുകൾ കൂടുതലായതുകൊണ്ട് വെട്ടിപ്പോകുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പരസ്പരം വെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുക. വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് കൊണ്ടുപോയിട്ടു. അപ്പോൾ അവർക്ക് പിന്നെ കളിക്കാൻ ബിഷപ്പ് മാത്രമേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത റൂക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. യെസ്, അവർ വെട്ടിയില്ല, അവർ മാറി. ഞാൻ അടുത്ത റൂക്കിനെ കൂടെ കളിയിലേക്ക് കൊണ്ടുവരുവാണ്. റൂക്ക് ഇവിടെയിട്ട് ഇവിടെ വരും റൂക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ വെട്ടാം. 2 റൂക്ക് കൂടെ നിൽക്കുമല്ലേ, വെട്ടാം. ഓക്കെ, ഒപ്പോണൻ്റ് റിസൈൻ ചെയ്തിരിക്കുകയാണ്. വിൻ ചെയ്തതിന് 1 പോയിന്റ് കിട്ടി, ബ്ലാക്ക് തോറ്റതിന് 0 പോയിന്റ്. ഇപ്പോൾ 1-0 എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് വിൻ ചെയ്തു എന്നാണ്. അപ്പോൾ ഇത് വൈറ്റിന് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും. ഇത്രയും പീസുകൾ നിൽക്കുകയല്ലേ, അവരെ മാറ്റാക്കാനായിട്ട് പറ്റും. ഈ റൂക്ക് ഇവിടെ വന്ന്
അവരെ മേറ്റാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ കളി തോക്കും എന്നുള്ളത് കൊണ്ട് റിസൈൻ ചെയ്തു. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, ഒത്തിരി കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം.